ഗസറ്റഡ് ഉദ്യോഗസ്ഥനെതിരെ വ്യാജ പരാതി നൽകിയ CPI നേതാവിനെതിരെ കേസ്. CPI തിരുവനന്തപുരം ജില്ലാ കൌൺസിൽ അംഗം PS നായിഡുവിനെതിരെയാണ് പോലീസ് കേസെടുത്തത്. പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരമാണ് പേരൂർക്കട പോലീസ് കേസെടുത്തത്. മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥനായ ബാബുവിനെതിരെ നായിഡു പരാതി നൽകിയിരുന്നു. തുടർന്ന് സർക്കാർ ബാബുവിനെ സ്ഥലം മാറ്റി. പിന്നാലെ കോടതിയെ സമീപിച്ച പരാതി വ്യാജമാണെന്ന് ബാബു തെളിയിച്ചു. ഗവൺമെൻറ് ഫാം വർക്കേഴ്സ് യൂണിയൻ AITUCയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ PS നായിഡു ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർക്കും ഡയറക്ടർക്കും കൊടുത്തൊരു കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെ ട്രാൻസ്ഫർ ചെയ്തത്. ഭരണപരമായ സൗകര്യാർത്ഥം മാറ്റിയിരിക്കുന്നു എന്നാണ് പറയുന്നെങ്കിലും അത് നിയമപരമായി നിലനിൽക്കുന്ന ഒരു നടപടിയല്ല. പ്രത്യേകിച്ച് വളരെ സീനിയറായിട്ടുള്ള ഒരു ഓഫീസർ എന്ന നിലയിലും പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് വന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിലും എനിക്കവിടെ 3 വർഷം മുതൽ 5 വർഷം വരെ മറ്റ് പരാതികളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എനിക്ക് തുടരാനുള്ള അവകാശം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പരാതി വന്നപ്പോൾ ഞാനത് വിശദമായി പരിശോധിച്ചു. അത് പരിശോധിച്ചപ്പോൾ യാതൊരു തരത്തിലും ഒരു അടിസ്ഥാനവുമില്ലാത്ത വ്യാജമായിട്ടുള്ള ഒരു പരാതിയാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെതിരെ തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നത് പട്ടികവർഗ പീഡന നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതുകൊണ്ടാണ് ഞാൻ ശ്രീ PS നായിഡുവിനെതിരെ പരാതി നൽകിയത്. റിനു ശ്രീധർ നമുക്കൊപ്പം എത്തുന്നു. റിനു ശ്രീധർ, ബാബുവിനോട് ഒരു പ്രതികാര നടപടി കാട്ടി അത് ബാബു തന്നെ കോടതിയിൽ പോയി തെളിയിക്കുന്നു. ആ പ്രതികാര നടപടിയാണെന്ന് ബോധ്യപ്പെടാതെയാണോ നേരത്തെ അദ്ദേഹത്തിനെതിരെ നടപടിയിലേക്ക് സ്ഥലമാറ്റത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയത്? ഈ വിഷയത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്താണ് മനസ്സിലാകുന്ന കാര്യം? സുജയ, നമ്മളുടെ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് പേരൂർക്കട കുടപ്പനക്കുന്നിലെ ലൈഫ് സ്റ്റോക്ക് ഫാമിലെ ഫീൽഡ് ഓഫീസറാണ് ബാബു കെ. ഇദ്ദേഹം ചില ഇടപെടലുകൾ, അതായത് ആ ഫാമിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചില ഇടപെടലുകൾ അവിടെ നടത്തി എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഇഷ്ടപ്പെടാത്ത യൂണിയൻ AITUCവിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് PS നായിഡു. CPIയുടെ തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ അംഗവുമാണ്. അദ്ദേഹത്തോട് ഈ തൊഴിലാളികൾ പരാതി പറയുന്നു. തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ ലെറ്റർ ഹെഡിൽ PS നായിഡു മന്ത്രിക്കടക്കം അല്ലെങ്കിൽ മുതിർന്ന ഉന്നത ഉദ്യോഗസ്ഥർക്കടക്കം പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പരാതിയെ തുടർന്ന് കൃത്യമായ ഒരു അന്വേഷണം പോലും നടത്താതെ തനിക്കെതിരെ നടപടിയെടുത്തു എന്നുള്ളതാണ് K ബാബു ആരോപിക്കുന്നത്. തുടർന്നാണ് നെടുമങ്ങാട് കോടതിയെ സമീപിക്കുന്നത്. അദ്ദേഹത്തെ സ്ഥലം മാറ്റിയതിന് ശേഷം ഈ കോടതി കൃത്യമായി തന്നെ പേരൂർക്കട പോലീസിനോട് ഇക്കാര്യത്തിൽ ഒരു പ്രാഥമിക അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുന്നു. ഈ പേരൂർക്കട പോലീസ് പക്ഷേ കൃത്യമായ അന്വേഷണങ്ങളൊന്നും തന്നെ നടത്തുന്ന സാഹചര്യം ഉണ്ടായില്ല. അതിനുശേഷം കോടതിയിൽ ഈ റിപ്പോർട്ട് പേരൂർക്കട പോലീസ് തന്നെ സമർപ്പിക്കുന്നു. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായും, അതായത് പട്ടിക വകുപ്പ് ഉൾപ്പെടുന്നവർക്കെതിരെ ഉള്ള അതിക്രമം തടയൽ നിയമം അനുസരിച്ച്, അട്രോസിറ്റി ആക്ട് അനുസരിച്ച് കേസെടുക്കുവാൻ വേണ്ടി നിർദ്ദേശം നൽകുകയും പേരൂർക്കട പോലീസ് ഇപ്പോൾ PS നായിഡുവിനെതിരെ കേസ് എടുത്ത നടപടികളിലേക്ക് പോവുകയും ചെയ്തിരുന്നത്. PS നായിഡുവിനോട് ഇക്കാര്യം നമ്മൾ ആരാഞ്ഞു. ഇത്തരത്തിലൊരു വ്യാജ പരാതി നൽകിയതിനെതിരെ താങ്കൾക്കെതിരെ ഒരു നടപടി സ്വീകരിച്ചല്ലോ, അല്ലെങ്കിൽ പോലീസ് കേസെടുത്തല്ലോ എന്നുള്ളത് അദ്ദേഹത്തിനോട് ചോദിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അത് അറിയില്ല. ഈ ഉദ്യോഗസ്ഥൻ പറയുന്നത് ശരിയല്ല. ഈ ഉദ്യോഗസ്ഥനെതിരെ 20ഓളം ജീവനക്കാർ നിലവിൽ മൊഴി നൽകിയിട്ടുണ്ട് എന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് PS നായിഡു പറയുന്നത്. എന്തായാലും കോടതി ഇടപെടുകയും ബാബു കെക്ക് അനുകൂലമായ ഒരു നിലപാടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും തൊഴിലാളികളിൽ ചിലരടക്കം ഈ കോടതിയിൽ അല്ലെങ്കിൽ പോലീസിനെ സമീപിച്ചുകൊണ്ട് ബാബു കെക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് അല്ലെങ്കിൽ മൊഴി നൽകുകയും ചെയ്തു എന്നുള്ളതാണ്. എന്തായാലും വ്യാജ പരാതിയാണ് തനിക്കെതിരെ നൽകിയത് എന്നുള്ളതാണ് ബാബു കെ ഉന്നയിക്കുന്നത്. തുടർന്നാണ് കോടതിയെ സമീപിക്കുകയും ചെയ്തത്. എന്തായാലും രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥനെ എതിരെ വ്യാജ പരാതി നൽകി നടപടി എടുപ്പിച്ചു എന്നുള്ളതാണ് PS നായിഡുവിനെതിരെ ബാബു കെ ഉന്നയിക്കുന്ന ആരോപണം. എന്തായാലും ബാബു കെക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാടാണ് ഇപ്പോൾ കോടതി സ്വീകരിച്ചിരിക്കുന്നതും. പേരൂർക്കട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് PS നായിഡുവിനെതിരെ നടപടിയിലേക്ക് കടന്നിരിക്കുന്നതും. സുജയ. ഓക്കെ, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. CPI നേതാവിനെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത്. നമ്മുടെ